അതെ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയെ പോലും വെല്ലാനുള്ള ഒരാളെത്തിയിട്ടുണ്ട് കേട്ടോ. അത്ര അതിഗംഭീരമായിട്ടുള്ള സാധനമാണ്. ഇത് വെച്ച് നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മാമ്പഴക്കാലമാകാൻ കാത്തിക്കണ്ട, എപ്പോൾ വേണേലും നമുക്ക് വെച്ച് കഴിക്കാം. അടിപൊളിയാണ്, കഴിക്കാൻ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല സൂപ്പറായിട്ടുള്ള സാധനം കേട്ടോ. എന്താ ഒരു സ്വാദെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാവരും തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. സ്വാദിലൊരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സീസൺ ടൈം ആണല്ലോ, ഇല്ല ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിലും ധാരാളം നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന അതുപോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മുക്തതും പഴുത്തതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് പുളിശ്ശേരി വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരുന്ന് പതുക്കെ അങ്ങ് പഴുത്ത് വരട്ടെ. അപ്പോൾ പറിച്ച് വെച്ചാലും അത് പഴുത്ത് വന്നോളും. നല്ല മധുരവും ഒരുപാട് വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല മധുരവും നല്ല ഫ്ലഷും ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അതിഗംഭീരമായിട്ടുള്ള സ്വാദാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളവരാണെങ്കിലും ഇനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ കമ്പൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് ക്ലീനാക്കി കൊണ്ടുവരണം. ഇതുണ്ട് ഫ്ലഷ് കാണാനാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ചെറുതാന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ അല്ല, നല്ല രീതിയിൽ തന്നെ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലഷ് അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ കായ്ക്കൊക്കെ ഒരുപാട് വലുപ്പമുള്ളതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അതിന് നല്ലോണം ഫ്ലഷ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് ഞാനിപ്പോൾ കറി വെക്കാനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു സ്വാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീഡില്ലേ, നമ്മളിങ്ങനെ മാമ്പഴം ഇങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ സ്വാദൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കൂലേ, അതുപോലെ തന്നെ നമ്മളിങ്ങനെ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞങ്ങ് പോകും കേട്ടോ. അത്ര സ്വാദിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അത്രയ്ക്കും സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പൊളിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത ഒരു മൺചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. കുക്കറിൽ അങ്ങനെയൊന്നും വെക്കരുത്. ഇതിൻ്റെ യഥാർത്ഥ സ്വാദ് കിട്ടണമെങ്കിൽ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മൺചട്ടിയിൽ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണല്ലോ നമ്മുടെ പുളിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അത്യാവശ്യം എരിവൊക്കെ ഉള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം, വളരെ പിഞ്ചളവിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ഗ്ലാസ് വെള്ളം, ഇതൊന്ന് വേവിച്ചെടുക്കണം, നമുക്ക് റംബുട്ടാനൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പുളീൻ്റെയും എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക തരം മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെന്ത് വരുമ്പോൾ തന്നെയുള്ള നല്ല എന്താ പറയുക, ആ ഒരു പുളീൻ്റെയും എരിവിൻ്റെയും ഒക്കെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ പെറുക്കി കഴിക്കാനായിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പെറുക്കി കഴിക്കേണ്ട, നമുക്ക് കറിയാകുമ്പോൾ പിന്നെ ഉണ്ടാവില്ല സാധനം, അതിനെക്കൊണ്ടാണ്. അത്യാവശ്യം ഒന്ന് റംബുട്ടാനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു ചെറിയ പീസ് അളവിൽ നമ്മൾ അതിലേക്ക് ബെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയ പീസ് ബെല്ലം ഒരു പാത്രത്തിലിട്ടിട്ട് അലിയിപ്പിച്ചിട്ട് വേണമെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്തുള്ള ബെല്ലത്തിന് ഇപ്പോൾ അഴുക്കുകളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബെല്ലമൊക്കെ അലിഞ്ഞ് നല്ല റംബുട്ടാനൊക്കെ വെന്ത് ആ ഒരു റംബുട്ടാനിലേക്ക് മധുരവും എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്നൊരു പ്രത്യേക സ്വാദായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അരപ്പ് വേണം. അതിലേക്ക് അരമുറി തേങ്ങ എടുത്തു, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പിഞ്ചളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 2-3 പച്ചമുളകും കൂടി അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരപ്പിനും കൂടി ഒരു എരിവ് കിട്ടിക്കോട്ടെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഇത് അരച്ചെടുക്കുന്നത്, വെള്ളത്തിന് പകരം അത്യാവശ്യം പുളിയൊക്കെയുള്ള നല്ല കട്ടത്തൈര് ചേർത്തിട്ടാണ്. അപ്പോൾ തൈരിൻ്റെ എമൗണ്ട് കൂടുതൽ ചേർക്കുന്നത് അത്രയും കറിക്ക് സ്വാദ് നൽകും. എന്നാൽ നമ്മൾ ഈ ഒരു തൈരിൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ അരയ്ക്കാൻ പാകത്തിനുള്ള തൈര് മാത്രം ചേർത്ത് അരയ്ക്കുക. പിന്നീട് അതിലേക്ക് എക്സ്ട്രാ തൈരുണ്ടെങ്കിൽ ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് തൈര് ചേർത്താൽ നമ്മുടെ തേങ്ങ അരഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അരച്ചെടുത്ത കൂട്ട്
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റംബുട്ടാൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒരു വശത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഇളക്കി അത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ഈ ഒരു കറി കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് ഇളക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി ഒരുപാടിട്ട് തിളയ്ക്കേണ്ട കാര്യമല്ല, നമ്മളതിൽ തൈര് ചേർത്തതാണ്. അതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളത് ഓഫാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഈ ഒരു ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല കളറുണ്ട്. അത്യാവശ്യം നല്ല കളറിൽ തന്നെയാണ് കറി ഉള്ളത്. ഇപ്പം തന്നെ നമുക്ക് നല്ല മണമൊക്കെ അടിപൊളിയാണ്. ഞാൻ എൻ്റെ സ്വാദ് ഇരട്ടിയാക്കാനുള്ളൊരു പൊടിക്കൈയും കൂടി നമുക്ക് ചെയ്യണം. അത് പിന്നെ വെളിച്ചെണ്ണ ചെയ്യണ്ട, പറ്റുന്നുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്തോളൂ. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. മഴയായതുകൊണ്ട് തന്നെ തണുപ്പായതുകൊണ്ട് നല്ല കട്ടയാണ് നെയ്യ്. അപ്പോൾ നെയ്യ് ഉരുകി വന്നപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കടുകും കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ചെറിയുള്ളിയും അതിലേക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ല രീതിയിൽ മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഈ ഒരു നെയ്യിലേക്ക് ഈ ഒരു എന്താ പറയുക കറിവേപ്പിലേൻ്റെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ സ്വാദ് നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം തീ അങ്ങ് ഓഫാക്കുക. ഉള്ളി പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് ഒരു വളരെ പിഞ്ചളവിൽ ഒരു 1/4 ടീസ്പൂണിലും കുറവളവിൽ നല്ല മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല തീയായിട്ട് നിൽക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് കരിയും മുളക് പൊടി. അപ്പോൾ നമ്മളെ കറിക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്രേ സ്വാദ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. അപ്പം നല്ല രീതിയിൽ ആ മുളക് പൊടി എപ്പോഴും ചട്ടി ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ലാസ്റ്റാണ് ആ വെളിച്ചെണ്ണേൻ്റെ ചൂടിൽ നന്നായിട്ട് അത് മുരിഞ്ഞ് കിട്ടിക്കോളും മുളക് പൊടി കേട്ടോ. വളരെ കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള വറവും കൂടി കറിയിലിട്ടപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ കറീൻ്റെ കളർ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയിട്ട് ഈ ഒരു ഫോണിൽ കാണുന്ന കളറല്ല, വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ. നല്ലൊരു പ്രത്യേക തരം തിക്കുള്ള നല്ല കട്ടിയുള്ള നല്ല അടിപൊളി കറി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇത്രയും ചെറിയ ഉണ്ണിമാങ്ങയാണോ എന്ന് വിചാരിക്കും. പക്ഷേ സ്വാദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗംഭീരമാണ്. നിങ്ങൾ വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. വീട്ടിലില്ലാത്തവർ ടൗണിൽ നിന്ന് മാർക്കറ്റിൽ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ സീസൺ ടൈമാണ്. മേടിച്ചിട്ട് എന്തായാലും ഇതുപോലെ ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന പോലെ തന്നെ ഒരു റംബുട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും സ്വാദിഷ്ടമാണ്. അതിഗംഭീരമായിട്ടുള്ള കറി കണ്ട കാണുമ്പോൾ തന്നെ നമ്മളെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരും എന്ന് പറയുന്ന പോലെ അതിഗംഭീരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോലെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്